മുംബൈ ഭീകരാക്രമണ കേസിലെ സൂത്രധാരനായ തഹാവൂർ റാണയുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമൊക്കെയാണ് പ്രധാനമായി ഇപ്പം മീഡിയയിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത്. ഇനി ഈ തഹാവൂർ റാണ ആരാണ് എന്നതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ നമുക്കറിയാം ഈ തഹാവൂർ റാണയും അതുപോലെ തന്നെ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും ചേർന്നാണ് മുംബൈ ആക്രമണം ആസൂത്രണം ചെയ്തതെന്ന് ഏതാണ്ട് വ്യക്തമായി. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക റാണയെ നമുക്ക് കൈമാറിയത്. അപ്പോൾ കഴിഞ്ഞ 20 വർഷമായിട്ട് പാകിസ്ഥാനിലെ പൗരത്വം പുതുക്കാൻ യാതൊരു നടപടിയും ഇയാൾ ചെയ്തിട്ടില്ല എന്ന് ഇപ്പോൾ പാക് ഭരണകൂടം ഔദ്യോഗികമായി അറിയിക്കുന്നു. എന്തിനാണ് ഇപ്പം പറയുന്നത്? അപ്പോൾ പാകിസ്ഥാനിൽ ജനിച്ചു വളർന്ന ആളല്ല, അല്ലെങ്കിൽ പാക് പൗരനല്ല എന്ന് വരുത്തി തീർക്കാൻ പെട്ടെന്ന് തിടുക്കപ്പെട്ട ചില നടപടികൾ തീർക്കുന്നു. ഇയാൾ കനേഡിയൻ പൗരനാണ്, ഇയാളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ചോദിക്കാതെ തന്നെ പാകിസ്ഥാൻ ചില എക്സ്ക്യൂസുമൊക്കെ ആയിട്ട് മുമ്പോട്ട് വരുന്നു. ഇനി അടുത്തത് ഈ പറയുന്ന ഡേവിഡ് കോൾമാൻ ഹാഡ്ലി എന്ന് പറയുന്നത്, അപ്പോൾ അദ്ദേഹവും ഈ പറയുന്ന പാകിസ്ഥാനുമായിട്ട് ബന്ധമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇവരെ നമ്മൾ കരുതുന്നത് എന്താ? പാക് US ഭീകരവാദി, അതുപോലെ പാക് കാനഡ ഭീകരവാദി എന്നൊക്കെയാണ് ഇവരെ അറിയപ്പെടുന്നത്, ഇവരെ വിളിക്കുന്നത് തന്നെ. 1961 ഏതാണ്ട് ജനുവരി 12 പാകിസ്ഥാനിലെ പഞ്ചാബിൽ ഉൾപ്പെട്ട ചിജാവത് സിയാൽ എന്ന് പറയുന്ന പ്രദേശത്ത് ഈ പറയുന്ന തഹാവൂർ റാണ ജനിക്കുന്നത്. ഒരു നല്ല കുടുംബത്തിലാണ് ജനിച്ചത്, സമ്പന്ന കുടുംബമാണ്, സമൂഹമൊക്കെ അംഗീകരിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളൊക്കെ ഉന്നത വിദ്യാഭ്യാസം നേടിയവരാണ്. അച്ഛൻ എന്ന് പറയുന്നത് സമീപത്ത് ലാഹോറിൽ തന്നെയുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പളായിട്ട് ജോലി ചെയ്ത വ്യക്തിയാണ്. ഇനി തഹാവൂർ റാണയുടെ സഹോദരങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സഹോദരൻ ആർമിയിൽ മനോരോഗ വിദഗ്ധനായിട്ട് ജോലി ചെയ്ത ആളാണ്, മറ്റൊരാൾ ജേർണലിസ്റ്റാണ്. അദ്ദേഹം കാനഡയിൽ ഒരു പത്രത്തിൽ ദ ഹിൽ ടൈംസ് എന്ന് പറയുന്ന പത്രത്തിൽ ജോലി ചെയ്യുന്നു. തഹാവൂർ റാണയും പഠിക്കാൻ വളരെ മിടുക്കനായിരുന്നു. ആർമി സ്കൂളിലും കോളേജുകളിലുമൊക്കെയാണ് പഠിച്ചു വളർന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചരിത്രമുണ്ട് അദ്ദേഹത്തിന്. ഇതിനുശേഷം ഈ തഹാവൂർ റാണ പിന്നീട് പഠിച്ച് മിടുക്കനായി അദ്ദേഹം ഡോക്ടറൊക്കെയായി മാറി. ഈ തഹാവൂർ റാണയ്ക്ക് സ്കൂൾ മുതൽ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ഈ സുഹൃത്താണ് ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന് പറയുന്നത്. അപ്പോൾ ഹെഡ്ലിയുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും തഹാവൂർ റാണ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പഠിച്ചത് എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ മിലിറ്ററി റെസിഡൻഷ്യൽ കോളേജായ ഹസൻ അബ്ദാൽ കാഡറ്റ് കോളേജിലാണ്. ഇവിടെ വെച്ച് ഇവർ തമ്മിൽ നല്ല ബന്ധമുണ്ട്. ഇവരെല്ലാം ഇപ്പോഴും ഒരുമിച്ചാണ് നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് സഹോദരന്മാരാണോ ഇവർ എന്ന് പോലും പലരും സംശയിച്ചിരുന്നു. ഈ പറയുന്ന ഹെഡ്ലിയുടെ പിതാവ് പാകിസ്ഥാൻകാരനാണ്, അമ്മ ബ്രിട്ടീഷ് പൗരയാണ്. അപ്പോൾ ഇയാളും നല്ല വിദ്യാഭ്യാസമൊക്കെ നേടി നിൽക്കുന്നതാണ്. പിന്നീട് ഈ പറയുന്ന ഞാൻ നേരത്തെ ഉള്ള റാണയുടെ കാര്യം, റാണ പഠിച്ച് ഡോക്ടറായി മാറി. അതിനുശേഷം പാകിസ്ഥാനിലെ ആർമി കേഡറ്റ് കോപ്സിൽ ക്യാപ്റ്റനായിട്ട് ജോലി ചെയ്തു. അപ്പോൾ കുറഞ്ഞ കാലമാണ് അവിടെ ജോലി ചെയ്തത്. അതിനുശേഷം മറ്റൊരു രാജ്യത്തിലേക്ക് പോകാനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിച്ചു. 1997 ഇയാൾ ഈ റാണ വിവാഹം കഴിച്ചിരുന്നു. സുമ്രാസ് ആണ് വൈഫ്, ഡോക്ടറാണ് അവരും. ഇവർ രണ്ടുപേരും കൂടെ പിന്നീട് പതുക്കെ കാനഡയിലേക്ക് പോയി. അപ്പം പാക് പട്ടാളത്തിൽ ജോലി ചെയ്തതിനിടയിൽ തന്നെയാണ് ഇവർ ആരോടും അറിയിക്കാതെ, അല്ലെ ആരെയും അറിയിക്കാതെ തന്നെ ഈ പറയുന്ന കാനഡയിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് ഏതാണ്ട് 4 വർഷങ്ങൾക്കുള്ളിൽ അവർക്ക് കനേഡിയൻ പൗരത്വം കിട്ടി. ആദ്യ സമയത്ത് ജന്മനാടായ പാകിസ്ഥാൻ ഇവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. എന്നാൽ ഈ തഹാവൂർ റാണ പിന്നീട് ISIയുടെ ഏജൻ്റായിട്ട് മാറുന്നു, ചാരനായിട്ട് മാറുന്നു, ലഷ്കർ-ഇ-തൊയ്ബയുടെ പ്രവർത്തകനായിട്ട് മാറുന്നു. ഇതോടുകൂടി പാകിസ്ഥാൻ പിന്നീട് ഇയാളെ കണ്ടില്ല, അറിഞ്ഞില്ല എന്നുള്ള ഒരു നിലപാടിലേക്കൊക്കെ പോകുന്നു. പക്ഷേ ഈ തഹാവൂർ റാണയുടെ ഉള്ളിൽ ഈ പറയുന്ന കാനഡയിൽ ഒതുങ്ങി നിൽക്കാനുള്ള താല്പര്യമായിരുന്നില്ല. ഇയാൾ പതുക്കെ കാനഡയിൽ നിന്ന് പിന്നീട് പതുക്കെ അമേരിക്കയിലേക്ക് പോവുകയാണ്. അപ്പം കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയ റാണ ഷിക്കാഗോയിൽ സ്ഥിരതാമസമാക്കുന്നു. അവിടെ വെച്ച് ഈ ഡോക്ടർ എന്ന പ്രൊഫഷൻ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ വിവിധ ബിസിനസ്സുകളിൽ ഏർപ്പെടുന്നു. ഇതിൽ തന്നെ ഷിക്കാഗോ, ന്യൂയോർക്ക്, ടൊറൻറ്റോ എന്നിവിടങ്ങളിലാണ് പ്രധാനമായിട്ടും ഇയാൾ ബിസിനസ് കേന്ദ്രീകരിച്ചത്. ഫസ്റ്റ് വേൾഡ് ഇമിഗ്രേഷൻ സർവീസ് എന്ന് പറയുന്ന ഇമിഗ്രേഷൻ സേവനങ്ങളൊക്കെ നടത്തുന്ന ഒരു വലിയ കമ്പനിയാണ് ഇയാൾ രൂപപ്പെടുത്തിയത്. അങ്ങനെ ഇയാൾ പതിയെ ഒരു വലിയ കോടീശ്വരനായിട്ട്, ബിസിനസ്സുകാരനായിട്ട് മാറുകയാണ്. ഈ കോടീശ്വരനാണെങ്കിൽ പോലും ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്കോ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ ആരെങ്കിലും പോകാൻ, അല്ലെങ്കിൽ അവിടെ കുടിയേറി പാർക്കാനായിട്ട് ശ്രമിച്ചാൽ എല്ലാവിധ സഹായങ്ങളും ഈ റാണയുടെ ഭാഗത്തു നിന്ന് നൽകുമായിരുന്നു. അപ്പോൾ ഉള്ളിൽ ഇയാൾ ഒരു ഇസ്ലാമിക തീവ്രവാദിയായിട്ട് നിലനിന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മാത്രമല്ല എല്ലാ കാര്യങ്ങളും സഹായിക്കുന്ന ഇയാൾ മറ്റ് ചില ബിസിനസ്സുകൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലേക്കും വന്നു. അപ്പോൾ ഇമിഗ്രേഷൻ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ മുംബൈയിൽ പോലും ഇയാൾ ഒരു ഏജൻസി, അല്ലെങ്കിൽ ഒരു കമ്പനി തുറന്നു.
ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇന്ത്യയെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങളുടെ ഭാഗമാണെന്നാണ്. ഇസ്ലാമിക നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആടുകളെയും പശുക്കളെയും അതുപോലെ തന്നെ ചെമ്മരിയാടുകളെയും ഒക്കെ കൊല്ലുന്ന ഹലാൽ കശാപ്പുശാല തുടങ്ങി. അപ്പോൾ ഇതിനുള്ളിൽ ചില തീവ്രവാദ ബന്ധമുള്ള ആളുകളുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ ഈ റാണ തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഷിക്കാഗോയിലെ വടക്കൻ മേഖലയിൽ താമസിക്കുമ്പോൾ ഇയാൾ വീടിൻ്റെ മേളിൽ ഈ പറയുന്ന ഡിഷ്, അതായത് സാറ്റലൈറ്റ് ഡിഷൊക്കെ വെച്ചിട്ടാണ് താമസിച്ചതെന്നും അയലത്തുകാരുമായിട്ട് വലിയ ബന്ധമുണ്ടായിരുന്നില്ല എന്നുമൊക്കെ പറയപ്പെടുന്നു. എന്തിനാണ് ഇത്തരത്തിലുള്ള ദുരൂഹത എന്നൊന്നും നമുക്കറിയുന്നില്ല. എന്തായാലും മുംബൈയിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് തഹാവൂർ റാണയ്ക്ക് ബന്ധമുണ്ട് എന്ന് പറയുന്നത് ഇയാളുടെ ബാല്യകാല സുഹൃത്തായിരുന്നു, സ്കൂളിലും കോളേജിലുമൊക്കെ ഒപ്പം പഠിച്ചിരുന്നു, സഹോദര തുല്യനായി കണ്ട ഈ ഡേവിഡ് കോൾമാൻ ഹാഡ്ലിയാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഡേവിഡ് കോൾമാൻ ഹാർഡ്ലി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇയാളെക്കുറിച്ച് ഇയാൾ മറ്റേതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ടതാണെന്ന് കരുതുമെങ്കിലും ദാവൂദ് സെയ്ദ് ഗിലാനി എന്നാണ് ഇയാളുടെ പേര്. പിന്നീടാണ് ഇയാൾ ഈ ഹെഡ്ലി എന്നൊക്കെ പേര് മാറ്റുന്നത്. അപ്പോൾ ഇയാളാണ് ഈ റാണയെ ഒറ്റുകൊടുത്തത്. എന്നിട്ട് ഇയാൾ തന്നെ പറയുന്നുണ്ട്, അതായത് മുംബൈയിൽ ഭീകരാക്രമണം നടക്കുന്നതിന് മുമ്പായിട്ട് 5 തവണയെങ്കിലും ഈ ഹെഡ്ലി ഇന്ത്യയിലേക്ക് വന്നു. ആ വരുന്നതിനുള്ള സാങ്കേതിക സഹായങ്ങൾ, സൗകര്യങ്ങൾ എല്ലാം ഒരുക്കി കൊടുത്തത് റാണയാണ്. അപ്പോൾ റാണയെ മുൻകൂട്ടി ഇവിടേക്ക് അയച്ച് ചില കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചു എന്നർത്ഥം. എന്തിന്? നമ്മുടെ കൊച്ചിയിൽ പോലും റാണ വന്നു. ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട റിക്രൂട്ട്മെൻ്റ് എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ലഷ്കർ ഇ തൊയ്ബയിലേക്ക്, കാശ്മീർ മേഖലയിലേക്കൊക്കെ ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്യാൻ വന്നതാണെന്ന് പറയപ്പെടുന്നു. ഒരു സിനിമാ നടി അടക്കമുള്ള സ്ത്രീ ഈ ഹെഡ്ലിയുടെ കൂടെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. എന്തായാലും അന്നത്തെ ഈ പറയുന്ന NIA-യിൽ ജോലിയൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ DGP കൂടിയായിരുന്ന അന്നത്തെ ലോക്നാഥ് ബെഹ്റ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഹെഡ്ലി ഇവിടെ വന്നിട്ടുണ്ട്, വന്നതിന് പിന്നിൽ ചില ദുരൂഹതകളുണ്ടെന്നൊക്കെ പറയുന്നു. അതിൻ്റെയൊക്കെ കുരുക്കിനി അഴിയാനിരിക്കുന്നേ ഉള്ളൂ. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഒരു ഡാനിഷ് പത്രത്തിൻ്റെ നേരെ സ്ഫോടനം നടത്തി. ഈ സ്ഫോടനം ആസൂത്രണം ചെയ്ത ആൾ എന്ന് പറയുന്നത് പാക് തീവ്രവാദി, അല്ലെ പാക് US തീവ്രവാദി എന്നറിയപ്പെടുന്ന ഈ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി ആയിരുന്നു. ഇയാളെ FBI അറസ്റ്റ് ചെയ്യുന്നു, ചോദ്യം ചെയ്യുന്നു. ഈ ചോദ്യം ചെയ്യുന്നതിനിടയിൽ FBIയോട് ഇയാൾ ഒരു വെളിപ്പെടുത്തൽ നടത്തി, ഞാനൊരു നിർണായകമായ കാര്യം പറയാം, പക്ഷേ എന്നെ ഒരിക്കലും ഇന്ത്യയിലേക്ക് വിട്ടുകൊടുക്കരുത്. അപ്പോൾ അവർ ചോദ്യം ചെയ്തപ്പോഴാണ് പറയുന്നത്, മുംബൈയിൽ 166 പേരുടെ ജീവനെടുത്ത ഒരു വലിയ സ്ഫോടനം, ആക്രമണം ഇത് നടത്തിയതിന് പിന്നിൽ ഞങ്ങളായിരുന്നു, പ്രത്യേകിച്ച് ഈ റാണ അതുപോലെ തന്നെ ഹെഡ്ലി ആയിരുന്നു എന്ന് പറയുന്നു. ഇത് പറഞ്ഞതോടുകൂടിയാണ് റാണ ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് എത്തുന്നത്. മാത്രമല്ല പലതവണ ഇന്ത്യയിൽ വന്ന് പല കാര്യങ്ങളും നിരീക്ഷിച്ചത് റാണയായിരുന്നു, ഹെഡ്ലിക്ക് സഹായം ചെയ്തു കൊടുത്തത് റാണയായിരുന്നു. ഇതെല്ലാം തന്നെ പറയുന്നുണ്ട്. അപ്പം ലഷ്കറും അതുപോലെ തന്നെ ഈ പറയുന്ന ഹെഡ്ലിയും തമ്മിൽ പലതരത്തിലുള്ള ചർച്ചകൾ നടന്നു. ഇപ്പം നമുക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ റാണ ഈ കാനഡയിലേക്ക് പോകുന്നു, അമേരിക്കയിലേക്ക് പോകുന്നു, ബിസിനസ്സൊക്കെ നടത്തുന്നു, ഈ ഇമിഗ്രേഷൻ സർവീസ് സെൻറ്റർ ആരംഭിക്കുന്നു. ഈ സമയത്തൊക്കെ തന്നെ ഹെഡ്ലി പാകിസ്ഥാനിലെ ലഷ്കർ ഇ തൊയ്ബയുടെ കേന്ദ്രത്തിൽ പരിശീലനം നടത്തുകയാണ്. അപ്പോൾ ഇരുവരും പാകിസ്ഥാനിൽ നിന്നുള്ളവരാണെങ്കിലും ഇപ്പോൾ പാക് ബന്ധം മറച്ചു വെക്കാനായിട്ട് ഇരുവരും ശ്രമിക്കുന്നു. കാരണം ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഇന്ത്യയിൽ നടത്തിയ സ്ഫോടനങ്ങളുടെ ആസൂത്രകർ ഇവരാണ് എന്ന് വ്യക്തമായതോടുകൂടി ഇനി റാണയ്ക്ക് എന്ത് ശിക്ഷ കിട്ടും എന്നൊക്കെയുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഈ റാണ നേരത്തെ മുതൽ പറയുന്നുണ്ട്, എന്നെ ഒരിക്കലും ഇന്ത്യക്ക് കൈമാറരുത്, എന്നെ തൂക്കിക്കൊല്ലുന്നതിനേക്കാൾ വലിയ ശിക്ഷയാണ് ഇന്ത്യൻ ജയിലിൽ ഞാൻ കഴിയുന്നതെന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും അമേരിക്കൻ കോടതിയുടെ ഇടപെടൽ അത് ഒടുവിൽ റാണയെ ഇന്ത്യയിലേക്ക് എത്തിച്ചു. അപ്പോൾ നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഊഷ്മളത എത്രത്തോളമാണ് എന്നൊക്കെ ഈ റാണയുടെ കൈമാറ്റത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ ഹെഡ്ലി അമേരിക്കയിലെ ജയിലിൽ തടവിലാണ്, അയാളെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇതിന് പറയപ്പെടുന്നത് അയാൾ ഒരേ സമയം പാകിസ്ഥാൻ്റെയും അമേരിക്കയുടെയും ചാരനാണ്. അങ്ങനെ അമേരിക്കയ്ക്ക് വേണ്ടി ചാരപ്പണി നടത്തിയ ഒരാളെ ഇന്ത്യക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന നിലപാടിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നിലവിൽ ഇയാൾ ജയിലിലാണ് കഴിയുന്നത്, വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും കൂടുതൽ ഗുരുതരമായ കുറ്റം ചെയ്തത് ഹെഡ്ലി ആണെന്നും ഈ റാണയേക്കാൾ മുമ്പേ കൈമാറേണ്ടത് ഹെഡ്ലിക്കാണെന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും ഈ ISIയുമായി ബന്ധപ്പെട്ട ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം നടത്തിയ റാണയെ ഇപ്പോൾ പാകിസ്ഥാൻ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. ഇതുകൊണ്ട് ഇന്ത്യ തങ്ങളുടെ നിലപാടുകൾ നിർത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല ഈ റാണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കയിലാണ് താമസിച്ചിരുന്നത്. അമേരിക്കയിലെ ഒട്ടാവയിൽ വേറൊരു വീടുണ്ട്. അവിടെ ഫാദർ, അതായത് ഈ റാണയുടെ അച്ഛനും സഹോദരനും ഒക്കെ താമസിച്ചിട്ടുണ്ട്. അവർക്ക് ഈ ഭീകര സംഘടനകൾക്ക് ആയിട്ടുള്ള ബന്ധമൊന്നുമില്ല. അപ്പം ഡോക്ടറും ബിസിനസ്സുമാനും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുകയും ഒപ്പം ഇസ്ലാമിക തീവ്രവാദിയായി പ്രവർത്തിച്ച് ഇന്ത്യയിൽ 166 പേരുടെ ജീവനെടുത്ത വലിയൊരു സ്ഫോടന പരമ്പരയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്തത് ഈ തഹാവൂർ റാണയാണ്. അപ്പോൾ തഹാവൂർ റാണയെ
ഇപ്പോൾ ഇന്ത്യൻ സർക്കാരിന് മുന്നിൽ തുറന്നു കാണിച്ചത്, അല്ലെ അമേരിക്കയിലെ FBI മുന്നിൽ തുറന്നു കാണിച്ചത് ഈ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയാണ്. എന്തിനാണ് ഹെഡ്ലി ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചതെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇപ്പോൾ പാകിസ്ഥാൻ തൽക്കാലം ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചില നടപടികൾ, ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അത് എത്രത്തോളം വിജയകരമാകുമെന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും റാണയെയും അതുപോലെ ഹെഡ്ലിയെയും പാകിസ്ഥാൻ ചതിച്ചതാണോ അതോ ഇരുവരും ചേർന്ന് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ ചതിക്കുകയാണോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നിന്ന് വ്യക്തമാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.